പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ വി ശിവൻകുട്ടി DCPയോട് സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. തത്സമയം ഇപ്പോഴും പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തിരുവനന്തപുരത്ത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ നേരത്തെ തന്നെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ പ്രവർത്തകരാണ് അവിടെ തമ്പടിച്ചു നിൽക്കുന്നത്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ കയ്യേറ്റം നടത്തിയ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് ഉള്ളിലേക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഒരാളെ പോലും പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നേതാക്കളുള്ളത്. അത്തരത്തിൽ അക്രമകാരികളായ ആരും തന്നെ അവിടെ ഇല്ല. പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ജില്ലയിൽ നിന്നെത്തിയ സാധാരണക്കാരായ പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. അവർ പ്രതിഷേധിച്ചതാണ് പിണറായി വിജയന് എതിരെ വന്ന ED റെയ്ഡിനെതിരെ പ്രതിഷേധം നടത്തിയ സ്വാഭാവികമായ പ്രതിഷേധം ഉയർന്നു വന്ന രീതിക്ക് വന്ന പ്രതിഷേധ പ്രവർത്തകരാണ് ഇപ്പോൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലുള്ളത്. അവരാരും അക്രമം കാണിച്ചിട്ടില്ല. അതിനാൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നടപടിയെടുക്കാം. അത് അക്രമം നടത്തിയവർക്കെതിരെ ആകണം. ഇപ്പോൾ നിലവിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ആരും തന്നെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് മുതിർന്നിട്ടില്ല എന്നാണ് നേരത്തെ സംസാരിച്ച വി ജോയ് അടക്കമുള്ള CPM നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അല്പസമയം മുമ്പ് മുതിർന്ന നേതാവ് വി ശിവൻകുട്ടിയും എത്തിയിരുന്നു. അദ്ദേഹം പോലീസുമായി സംസാരിച്ചിരുന്നു, DCPയുമായി സ്ഥലത്ത് സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ നിന്ന് നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഏതായാലും ഒരു സംഘർഷാവസ്ഥയ്ക്ക് ചെറിയൊരു അയവ് വന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തകരാരും തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. വി ശിവൻകുട്ടി പോലീസുമായി സംസാരിച്ച തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. ആ പ്രതിഷേധം കേരളത്തിൽ മാത്രമല്ല അന്ന് ഡൽഹിയിലും ഉണ്ടായിരുന്നു. ഏതായാലും രജീഷ് നരക്കുരി തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്നും ചേരുന്നുണ്ട്. രജീഷ്, അവിടെയുള്ള ആളുകളെ, അതായത് പ്രതിഷേധിച്ച ആളുകളെ പുറത്തു പോകാൻ അനുവദിക്കില്ല, അതല്ലെങ്കിൽ അവരെ പോലീസിന് വിട്ടുകൊടുക്കില്ല എന്ന് ഉറച്ച നിലപാട് പറയുന്നുണ്ട് CPM നേതാക്കൾ. നിലവിൽ ശിവൻകുട്ടി പോലീസുമായി സംസാരിച്ചു വെക്കുന്നത് എന്താണ്? വിനിഷ, ഇപ്പോൾ പോലീസുമായി ചർച്ച ചെയ്ത ഒരു അനുനയത്തിലെത്താനുള്ള ശ്രമമാണ് വി ശിവൻകുട്ടി നടക്കുന്നത്. ഇപ്പോഴും സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യത്തിലും പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന് പോലീസ് വ്യക്തമാക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ കയറിയ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് CPMും സ്വീകരിക്കുന്നുണ്ട്. ആ പ്രതികൾ ആരൊക്കെയാണെന്ന് പറയട്ടെ. ആദ്യം പറഞ്ഞു, ഈ CPM ഓഫീസിൽ ഒരു പ്രതികളുമില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യട്ടെ ആദ്യം എന്ന ഒരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് CPMിനുള്ളത്. അതിനുശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നടക്കമുള്ള നടപടി സ്വീകരിക്കാം. അതിനു മുമ്പ് അല്ലാതെ പാർട്ടി ഓഫീസിൽ കയറി ആരെയും അറസ്റ്റ് ചെയ്യുന്ന നടപടി സ്വീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആരും നടപടി കഴിയില്ല എന്ന ഉറച്ച നിലപാടും തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട CPMിനുള്ളത്. എന്തായാലും DCPയുമായി സംസാരിച്ച് ശിവൻകുട്ടി തിരിച്ച് ഇപ്പോൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് തിരിച്ചു വരികയാണ്. അവർ ഒരു അനുനയത്തിൽ, പോലീസിനെ ഒരു അനുനയത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംസാരിച്ചെന്ന കാര്യം നമുക്ക് വ്യക്തമല്ല, കൃത്യമായി അറിയില്ല. പക്ഷേ ഒരു അനുനയത്തിൽ എത്തിച്ച് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരുപക്ഷെ അകത്തുള്ള പ്രതികളിൽ അല്ലെങ്കിൽ പ്രകടനത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കുന്ന നടപടിയായിരിക്കും ഒരുപക്ഷെ സ്വീകരിക്കാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഘർഷാവസ്ഥ സ്ഥലത്ത് ഇപ്പോഴും തുടരുകയാണ്. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നിന്നും പ്രകടനമായി എത്തിയ മുഴുവൻ ആളുകളും ഇപ്പോഴും അതിനകത്ത് തന്നെയാണ്. ആരും പുറത്തേക്ക് പോയിട്ടില്ല. പുറത്ത് ആ സമയം മുതൽ വലിയ രീതിയിലുള്ള പോലീസ് ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ അക്രമമോ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടെങ്കിൽ അതിന് നേരിടാൻ അടക്കം തയ്യാറായിട്ടുകൊണ്ടുള്ള പോലീസാണ് ഇവിടെയുള്ളത്. പോലീസ് ബസ്സുകളും ഏരിയ കമ്മിറ്റിയുടെ രണ്ടു ഭാഗത്തുമായി നിർത്തിയിടുകയും